അങ്ങനെ രേണു അക്ബറിനോട് ക്ഷമിച്ചിരിക്കുകയാണ്. ബിഗ് ബോസ് തുടങ്ങി 2 ദിവസമായപ്പോഴേക്കും ഒരു ടാസ്ക് കൊടുത്തിരുന്നു. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്ത പേരുകളും ഓരോരുത്തർക്കും നൽകാൻ. അങ്ങനെ അക്ബർ നൽകിയ പേരാണ് രേണുവിന് സെപ്റ്റിക് ടാങ്ക്. അത് കേട്ടപ്പോൾ തന്നെ രേണുവും മറ്റുള്ളവരുമെല്ലാം ആകെ ഷോക്കായി. രേണുവിന് ആകെ വിഷമമായി. ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു പേരായിരുന്നു. ലാലേട്ടൻ വന്നപ്പോൾ ഇത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ട് ലാലേട്ടൻ അക്ബറിനോട് പറഞ്ഞു, ഒരാഴ്ചയ്ക്കുള്ളിൽ രേണുവിനോട് ക്ഷമ ചോദിക്കണമെന്ന്. രേണു ക്ഷമിച്ചു എന്ന് പറയുകയും വേണമെന്ന്. എന്നാൽ അതിനായി അക്ബർ രേണുവിൻ്റെ പിന്നാലെ കുറേ നടന്നിരുന്നു. പാട്ട് പാടിക്കൊടുത്തും പിന്നെ ലവ് ഷേപ്പിലുള്ള ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തും അങ്ങനെ ഒരുപാട് രേണുവിൻ്റെ പിന്നാലെ നടന്നെങ്കിലും രേണു ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. ഒരു തീയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ശാരികയും പറഞ്ഞിരുന്നു, ഞാനാണെങ്കിൽ ക്ഷമിക്കില്ല എന്നൊക്കെ കേട്ടപ്പോൾ രേണു ക്ഷമിക്കുകയും ചെയ്തില്ല. ലാലേട്ടൻ വന്നപ്പോൾ അക്ബറിനോട് ചോദിച്ചു, എന്തായി, രേണുവിൻ്റെ പിണക്കം മാറിയോ എന്ന്. ഇല്ല ലാലേട്ടൻ, ഞാൻ ഒരുപാട് പിന്നാലെ നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട്, ക്ഷമിക്കുക എന്നുള്ളത് നല്ല മനസ്സുള്ളവർക്ക് ചെയ്യാൻ കഴിയൂ, ദൈവം തന്നൊരു അനുഗ്രഹമാണെന്ന്. ഇത് കേട്ടപാടെ രേണു പറയുന്നുണ്ട്, ലാലേട്ട ഞാൻ ക്ഷമിച്ചു, ഇനി എന്നോട് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും പറയരുത്, ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞു രേണുസുതി. അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ എൻ്റെ ജന്മത്തിൽ പറയില്ല എന്ന് അക്ബറും പറഞ്ഞു. ഇതോടുകൂടി ആ പ്രശ്നം അവിടെ അവസാനിച്ചു.